പ്രഭാതവന്ദനങ്ങൾ. നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകളാണ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകളിലേക്കാളും ഉണങ്ങുവാനായിട്ട് വളരെ താമസമെടുക്കുന്നത്. അതിന് കാരണം അതൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് പലപ്പോഴും പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ തളർത്തുന്ന, നമ്മളെ വീണ്ടും കുറ്റം വിധിക്കുന്ന, നമ്മളെ വീണ്ടും കുറ്റവാളിയാക്കുന്ന, നീ ഒരിക്കലും നന്നാകത്തില്ല, ഇതിനേക്കാളും അധികമായിട്ടൊരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനില്ല, നിൻ്റെ പഴയ ജീവിതമാണ് ഇതിനൊക്കെ കാരണം, നീ ഇതിന് വിധിക്കപ്പെട്ടതാണ്, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ വചനത്തിൽ പറയുന്നു, ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നവർക്ക് പിശാച് കൊണ്ടുവരുന്ന നുണകളെ നമുക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 12:11 വായിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും നമുക്കിതിനെ ജയിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടും നമുക്ക് പിശാചിനോട് പറയുവാൻ സാധിക്കും, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളെ നമുക്ക് ഓവർകം ചെയ്ത് ഒരു ജയാളിയായിട്ട് ജീവിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ മാറി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നടക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന പല നെഗറ്റീവ് ചിന്തകളും, ഞങ്ങളെ തളർത്തുന്ന, ഞങ്ങളെ കുറ്റവാളിയാക്കുന്ന പിശാച് കൊണ്ടുവരുന്ന ചിന്തകളുമാണ്. എന്നാൽ അതിനെ ജയിച്ച് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഇന്നു മുതൽ കർത്താവെ, ദൈവവചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നെഗറ്റീവുകളെ മാറ്റുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.